So, good morning students. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. ലൈൻ ഗ്രാഫ്. അപ്പോൾ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ലൈൻ ഗ്രാഫ് ഒരു ജി എന്ന് പറയുന്ന ഒരു ലൂപ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. എന്താണ് ലൂപ്ലെസ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ഉണ്ടാവില്ല? ലൂപ്പ് ഉണ്ടാവില്ല. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു വെർട്ടെക്സിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ള എഡ്ജിനെയാണ് എന്ത് പറയാ? ലൂപ്പ് എന്ന് പറയാ. അപ്പൊ ജി എന്ന് പറയുന്നത് ഒരു ലൂപ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇനി എങ്ങനെയാണ് ഒരു ലൈൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക? എങ്ങനെ ലൈൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക? അല്ലെ, ഒരു ഗ്രാഫ് ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഗ്രാഫ് ആണെങ്കിൽ അതിനൊരു വെർട്ടെക്സ് സെറ്റ് ഉണ്ടാവും, ഒരു എഡ്ജ് സെറ്റും ഉണ്ടാവും, അത് തമ്മിലുള്ള ഒരു ഇൻസിഡന്റ് റിലേഷൻസും ഉണ്ടാവും. അപ്പൊ ജി എന്ന് പറയുന്ന ഗ്രാഫിന് ഒരു വെർട്ടെക്സ് സെറ്റ് ഉണ്ട്, ജി എന്ന് പറയുന്ന ഗ്രാഫിന് ഒരു എഡ്ജ് സെറ്റും ഉണ്ട്. ഇനി എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? എൽ ഓഫ് ജി എന്ന് പറയുന്ന ഒരു ലൈൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എൽ ഓഫ് ജിക്കും എന്ത് വേണം? അതിനും ഒരു എഡ്ജ് സെറ്റ് ഉണ്ടാവും, ഒരു വെർട്ടെക്സ് സെറ്റ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിന്റെ എൽ ഓഫ് ജിന്റെ വെർട്ടെക്സ് സെറ്റ് എങ്ങനെയാ നോക്കുക? ദ വെർട്ടെക്സ് സെറ്റ് ഓഫ് എൽ ഓഫ് ജി ഈസ് ഇൻ 1:1 കറസ്പോണ്ടൻസ് വിത്ത് ദ എഡ്ജ് സെറ്റ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എൽ ഓഫ് ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റും ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ എഡ്ജ് സെറ്റും തമ്മിൽ ഒരു 1:1 കറസ്പോണ്ടൻസ് വേണം. എന്താ മീനിങ്? ജി എന്ന് പറയുന്ന ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിന്റെ എഡ്ജസുകൾ എടുക്കുക. അപ്പൊ ജിയിൽ എത്ര എഡ്ജ് ഉണ്ടോ അത്ര വെർട്ടിസസ് എവിടെ വേണം? എൽ ഓഫ് ജിയിൽ വേണം. ജിയിൽ എത്ര എഡ്ജുകൾ ഉണ്ടോ അത്രയും തന്നെ വെർട്ടിസസുകൾ എവിടെ വേണം? എൽ ഓഫ് ജിയിൽ വേണം. ഏത് തമ്മിലെ റിലേഷൻ? ജിയിലെ എഡ്ജും എൽ ഓഫ് ജിയിലെ വെർട്ടെക്സുകളും തമ്മിൽ. അപ്പൊ അത് തമ്മിൽ എന്തൊരു 1:1 റിലേഷൻ വേണം. എന്ന് പറഞ്ഞാൽ ജിയിലെ ഒരു എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാപ്പിംഗ് എൽ ഓഫ് ജിയിലെ ഒരു വെർട്ടെക്സിലേക്ക് പോകണം. അതുപോലെ എൽ ഓഫ് ജിയിലെ ഏതൊരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും ജിയിലെ ഒരു എഡ്ജിലേക്ക് ഒരു മാപ്പിംഗ് വേണം. ഒരൊറ്റ മാപ്പിംഗ് ഉണ്ടാവും. അതല്ലേ ഒരു 1:1 കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ വെർട്ടെക്സ് സെറ്റ് ഓഫ് എൽ ഓഫ് ജി ഈസ് ഇൻ 1:1 കറസ്പോണ്ടൻസ് വിത്ത് ദ എഡ്ജ് സെറ്റ് ഓഫ് ജി. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ എൽ ഓഫ് ജിയിലുള്ള വെർട്ടിസസുകൾ എങ്ങനെയായിരിക്കും? ജി എന്ന് പറയുന്ന എടുക്കുന്ന ഗ്രാഫിൽ എത്ര എഡ്ജുകൾ ഉണ്ടോ അത്ര തന്നെ വെർട്ടിസസുകൾ എൽ ഓഫ് ജി എന്ന് പറയുന്ന ജിന്റെ ലൈൻ ഗ്രാഫ് ആയിട്ടുള്ള എൽ ഓഫ് ജിയിൽ ഉണ്ടാവും. ഇനി വെർട്ടിസസുകളായി ഇനി എന്താണ്? അത് തമ്മിലുള്ള എഡ്ജുകളും കൂടെ വേണ്ടേ? അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? 2 വെർട്ടിസസ് ഓഫ് എൽ ഓഫ് ജി ആർ ജോയിൻഡ് ബൈ ആൻ എഡ്ജ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കറസ്പോണ്ടിങ് എഡ്ജസ് ഓഫ് ജി ആർ അഡ്ജസന്റ് ഇൻ ജി. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ജിയിലുള്ള രണ്ട് എഡ്ജുകൾ അഡ്ജസന്റ് ആണെങ്കിൽ, അല്ലെ, ജിയിലുള്ള ഓരോ എഡ്ജെന്നുമാണ് എന്ത് ഇവിടേക്കുള്ള ഒരു വെർട്ടിസസുകൾക്ക്. അപ്പൊ ജിയിലുള്ള ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. ജിയിലുള്ള ഒരു രണ്ട് എഡ്ജുകൾ തമ്മിൽ അഡ്ജസന്റ് ആണെങ്കിൽ എൽ ഓഫ് ജിയിൽ എന്താണ്? ആ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസുകൾ തമ്മിൽ അഡ്ജസന്റ് ആവും. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തോളൂ. ഈ ഒരു ഗ്രാഫ് എടുക്കുക, ജി എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പൊ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ലൈൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? ജിയിൽ എത്ര എഡ്ജുകൾ ഉണ്ടെന്ന് നോക്കുക. എത്ര എഡ്ജുകൾ ഉണ്ട്? E1, E2, E3, E4, E5, E6, E7 7 എഡ്ജുകൾ ഉണ്ട്, അല്ലെ? അപ്പോൾ എൽ ഓഫ് ജിയിൽ എത്ര വെർട്ടിസസുകൾ വേണം? 7 വെർട്ടിസസുകൾ വേണം. E1ന് കറസ്പോണ്ടിങ് ആയിട്ട് V1 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്, E2ന് കറസ്പോണ്ടിങ് ആയിട്ട് V2 ഉണ്ട്, E3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V3 ഉണ്ട്, E4ന് കറസ്പോണ്ടിങ് ആയിട്ട് V4 ഉണ്ട്, E5ന് കറസ്പോണ്ടിങ് ആയിട്ട് V5 ഉണ്ട്, E6ന് കറസ്പോണ്ടിങ് ആയിട്ട് V6 ഉണ്ട്, E7ന് കറസ്പോണ്ടിങ് ആയിട്ട് V7 ഉണ്ട്. അതിവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇതാണ് V7 ഉണ്ട്. അപ്പൊ എന്താണ്? വെർട്ടെക്സ് സെറ്റുകളായി, അല്ലെ? ജി എന്ന് പറയുന്ന ഗ്രാഫിൽ എത്ര എഡ്ജുകൾ ഉണ്ടോ അത്ര തന്നെ വെർട്ടിസസുകൾ എവിടെ ഉണ്ടാവും? എൽ ഓഫ് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ ഉണ്ടാവും. ഇനി അതിന്റെ എഡ്ജുകൾ എങ്ങനെയാണെന്നാ നോക്കേണ്ടത്? ഇവിടുത്തെ രണ്ട് എഡ്ജുകൾ നോക്കുക. E1, E2, അല്ലെ? ഇത് തമ്മിൽ അഡ്ജസന്റ് ആണ്. ഇവിടെ ഏതാണ്? E1നോട് അഡ്ജസന്റ് ആയിട്ട് E1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസ് ആണ് എന്ത്? V1, അല്ലെ? ഈ E1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസ് ആണ് V1. അപ്പൊ E1 എന്ന് പറയുന്ന എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് V1. E1നോട് ഏതൊക്കെ എഡ്ജുകളാണ് അഡ്ജസന്റ്? E2 അഡ്ജസന്റ് ആണ്, E4 അഡ്ജസന്റ് ആണ്. അപ്പോൾ ലൈൻ ഗ്രാഫിലെ V1 എന്ന് പറയുന്ന വെർട്ടെക്സിനോട് V2 എന്ന് പറയുന്ന വെർട്ടെക്സും V4 എന്ന് പറയുന്ന വെർട്ടെക്സും അഡ്ജസന്റ് ആയിരിക്കണം. ഇനി ഇവിടുത്തെ E2 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യാം. E2 എന്ന് പറയുന്ന എഡ്ജ് എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? E2 മാപ്പ് ചെയ്തിട്ടുള്ളത് V2വിലേക്കാണ്, അല്ലെ? E2 മാപ്പ് ചെയ്തിട്ടുള്ളത് V2വിലേക്കാണ്. അപ്പൊ E2 എന്ന് പറയുന്ന എഡ്ജ് ഏതിനോടൊക്കെയാണ് അഡ്ജസന്റ്? E1 എന്ന് പറയുന്ന എഡ്ജിനോട് അഡ്ജസന്റ് ആണ്, E4നോട് അഡ്ജസന്റ് ആണ്, E3യോട് അഡ്ജസന്റ് ആണ്, E7നോട് അഡ്ജസന്റ് ആണ്.
അപ്പൊ ഈ E2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഗ്രാഫിലെ വെർട്ടെക്സ് ഏതാണ്? V2 ആണ്. അപ്പൊ അത് ഏതിനോടൊക്കെ അഡ്ജസന്റ് ആണ്? ഇവിടെ E1 അഡ്ജസന്റ് ആണ്, അതുകൊണ്ട് ഇവിടെ V1 അഡ്ജസന്റ് ആണ് അല്ലെ. അതുപോലെ V4 അഡ്ജസന്റ് ആവും, V3 അഡ്ജസന്റ് ആവും, V7 അഡ്ജസന്റ് ആവും. അപ്പൊ ഈ E2 എന്ന് പറയുന്ന എഡ്ജ് ഏതെല്ലാം എഡ്ജിനോട് അഡ്ജസന്റ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള V2 എന്ന് പറയുന്ന വെർട്ടെക്സ് ഈ അഡ്ജസന്റ് ആയിട്ടുള്ള എഡ്ജുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സിനോടൊക്കെ അഡ്ജസന്റ് ആവും. ഇവിടെ നമുക്ക് E2 എന്ന് പറയുന്നത് 1 2 3 4 അല്ലെ, 4 എഡ്ജുകളുമായിട്ട് അഡ്ജസന്റ് ആണ് V2. ഈ E2 എന്ന് പറയുന്ന എഡ്ജ് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള V2 എന്ന് പറയുന്ന വെർട്ടെക്സോ 1 2 3 4 അല്ലെ, 4 വെർട്ടെക്സുകളുമായിട്ട് അഡ്ജസന്റ് ആണ്. അതെങ്ങനെയാ വന്നത്? E2 അഡ്ജസന്റ് ആയിട്ടുള്ള എഡ്ജ് ആണ് E1, അതുകൊണ്ട് V2 അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് V1. E2 അഡ്ജസന്റ് ആയിട്ടുള്ള എഡ്ജ് ആണ് E4, അതുകൊണ്ട് V2 അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് ആണ് V4. E2 E3 അഡ്ജസന്റ് ആണ്, അതുകൊണ്ട് V2 V3 അഡ്ജസന്റ് ആണ്. E2 E7 അഡ്ജസന്റ് ആണ്, അതുകൊണ്ട് V2 V7 അഡ്ജസന്റ് ആണ്. ഇങ്ങനെയാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ലൈൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇതെടുത്ത് നോക്കൂ, ഏത് ലൈനാണ്? ഒരു E3 എടുക്കുക. E3 എന്ന് പറയുന്ന എഡ്ജ് ഏതിനോടൊക്കെ അഡ്ജസന്റ് ആണ്? E2 അഡ്ജസന്റ് ആണ്, E7 E4 E5 E6 അല്ലെ. 1 2 3 4 5 6 6 എണ്ണത്തിനോട് അഡ്ജസന്റ് ആണ്. സോറി, E3 എന്ന് പറയുന്നത് 1 2 3 4 5 5 എഡ്ജുകളോട് അഡ്ജസന്റ് ആണ്. ഈ E3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് V3. അത് നോക്കൂ, 1 2 3 4 5 അതും 5 വെർട്ടെക്സുകളോട് അഡ്ജസന്റ് ആണ്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒരു ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലൈൻ ഗ്രാഫ്? GBA ലൂപ്ലെസ് ഗ്രാഫ്, അതാണ് നമ്മുടെ അസംഷൻ. To construct a line graph L of G such that എങ്ങനെയാണ് വേണ്ടത്? The vertex set of L of G is in 1 correspondence with the edge set of G. അതുപോലെ എന്താണ്? Two vertex of L of G are joined by an edge if and only if the corresponding edges of G are adjacent in G. അപ്പൊ എഡ്ജുകൾ ഇവിടുത്തെ രണ്ട് എഡ്ജുകൾ വെർട്ടിസസുകൾ അഡ്ജസന്റ് ആവണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് എഡ്ജുകൾ ഇവിടെ അഡ്ജസന്റ് ആവണം. അങ്ങനെയാണ് ഇതിലെ എഡ്ജുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫിനെയാണ് L of G എന്ന് പറയാം. അപ്പോ ഇവിടുത്തെ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ത്രൂ ഔട്ട് ഈ ഒരു ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞ സെക്ഷനിൽ 2 അസംഷൻസ് നടത്തിയിട്ടുണ്ട്. ഇത് ഇനി പ്രത്യേകിച്ച് പറയില്ല. ഇനി അങ്ങോട്ടുള്ള ഈ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്ന സെക്ഷനിൽ ഈ 2 അസംഷൻസ് എപ്പോഴും ഉണ്ടാവും. എന്താണ്? G has no isolated vertices എന്ന് പറഞ്ഞാൽ എന്താണ്? G എന്ന് പറയുന്ന ലൈൻ ഗ്രാഫ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് G എന്ന് പറയുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവില്ല? ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇതുപോലെ ഒരു എക്സ്ട്രാ വെർട്ടെക്സ്, ഒരു എഡ്ജ് ഒന്നും ഇല്ലാതെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വെർട്ടെക്സ് ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അങ്ങനെ ഒരു വെർട്ടെക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഗ്രാഫ് G, വേറൊരു G1 എന്ന് പറയുന്ന ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. ഈ കംപ്ലീറ്റ് ഉണ്ട്, അതിന്റെ കൂടെ 1 2 ഐസൊലേറ്റഡ് വെർട്ടെക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള G1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ L of G1 വരച്ചു നോക്കുക. എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്ന് നോക്കുക. അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് G has no isolated vertex എന്ന് എടുത്തത് എന്നുള്ളത്. രണ്ടാമത്തെ നേരത്തെ തന്നെ നടത്തിയ അസംഷൻ ആണ് G has no loops. എന്തുകൊണ്ടാണ് Gക്ക് ലൂപ്പ് ഉണ്ടാവരുതെന്ന് അസ്യൂം ചെയ്യുന്നത്? അത് നിങ്ങൾ എന്ത് ചെയ്യുക? E1 നിന്ന് E1ലേക്കുള്ള ഒരു സെൽഫ് ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ L of G ഒന്ന് വരച്ചു നോക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ 2 അസംഷൻസ് നടത്തിയത് എന്ന് മനസ്സിലാവും. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ്. ഏതിന്റെ പ്രോപ്പർട്ടീസ്? ലൈൻ ഗ്രാഫിന്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? G is connected if and only if L of G is connected. G എന്ന് പറയുന്ന ഗ്രാഫ് കണക്റ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ എപ്പോഴാ പറയാം? L of G കണക്റ്റഡ് ആണെങ്കിൽ അല്ലെ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. G കണക്റ്റഡ് ആണെങ്കിൽ L of G കണക്റ്റഡ് ആവും. L of G കണക്റ്റഡ് ആണെങ്കിൽ G കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ്? 2 എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ഒരു കണക്റ്റഡ് ഗ്രാഫ് എടുക്കുക, അതിന്റെ ലൈൻ ഗ്രാഫ് വരച്ചു നോക്കുക, കണക്റ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള 1 2 3 കോമ്പണൻസ് ഉള്ള ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക, അതിന്റെ ലൈൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക, അത് ഡിസ്കണക്റ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ് H is a subgraph of G, then L of H is a subgraph of G. G എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിന് ഒരു സബ് ഗ്രാഫ് ഉണ്ടെങ്കിൽ, സപ്പോസ് എന്താ അസ്യൂം ചെയ്യുക? ഇവിടുത്തെ ഒരു സബ് ഗ്രാഫ് എടുക്കുക, ഈ ഒരു ഗ്രാഫ് എടുക്കുക, സബ് ഗ്രാഫ് ഏതാണ്? ഈ 3 വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 മാത്രം വെച്ചിട്ടുള്ള ഇവിടുത്തെ കറസ്പോണ്ടിങ് നമ്മൾ E2 E3 E4 അല്ലെ. E2 എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? V2ലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. E3 എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? V3ലേക്കാണ്.
E4 എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? V4ലേക്കാണ്. അപ്പൊ ഇവിടുത്തെ ഒരു സബ് ഗ്രാഫ് എന്താണ്? ഇത് മൂന്നും മാത്രമല്ല, ഈ ഒരു ട്രയാങ്കിൾ പോലെയുള്ള ഒരു സബ് ഗ്രാഫ് എടുക്കുക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു 3 വെർട്ടെക്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രാഫ് ഇവിടെ ഏതാ ഉള്ളത്? ഇത് മൂന്നും മാത്രമാണെങ്കിൽ ഈ വെർട്ടെക്സും ഈ ഒരു V1ഉം V6ഉം V5ഉം V4 V7ഉം ഒഴിവാക്കുക. പിന്നെ എന്താ ഉണ്ടാവുള്ളൂ? ഇവിടെയും ഒരു ട്രയാങ്കിളേ ഉണ്ടാവുള്ളൂ. അത് എന്തിന്റെ സബ് ഗ്രാഫ് ആവും? L of Gയുടെ സബ് ഗ്രാഫ് ആവും. അപ്പൊ എന്താ പറയുന്നത്? If H is a subgraph of G, then L of H is a subgraph of L of G. G യുടെ സബ്ഗ്രാഫ് ആണ് H എന്നുണ്ടെങ്കിൽ L of G യുടെ സബ്ഗ്രാഫ് ആവും L of H. അതുപോലെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? The edges incident at a vertex of G give rise to a maximal complete subgraph of G, L of G. എന്താ പറയുന്നത്? The edges incident at a vertex of G എന്ന് പറഞ്ഞാൽ ജിയിലുള്ള ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. ഈ ഒരു വെർട്ടെക്സ് യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്ത ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. സോ ദ എഡ്ജസ് ഇൻസിഡന്റ് അറ്റ് എ വെർട്ടെക്സ് ഓഫ് ജി ഏതൊക്കെയാണ്? ഈ ഒരു വെർട്ടെക്സിനോട് അസോസിയേറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയാണ്? E7, E3, E2 അല്ലെ? മൂന്നെണ്ണേ ഉള്ളൂ. ഈ മൂന്നെണ്ണം എന്ത് ചെയ്യുന്ന പറയുന്നത്? Give rise to a maximal complete subgraph of L of G. എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് എഡ്ജ് E2, E3, E7 L of G എന്താ വരിക? E2ന് കറസ്പോണ്ടിങ് ആയിട്ട് V2 വരുന്നുണ്ട് അല്ലെ? ഈ ഒരു V2 വരുന്നുണ്ട്. അതുപോലെ E3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V3 വരുന്നുണ്ട്. E7ന് കറസ്പോണ്ടിങ് ആയിട്ട് V7 വരുന്നുണ്ട്. ഇതെന്താണ്? ഈ ഒരു ഇത് മൂന്നും മാത്രമുള്ള ഗ്രാഫ് എടുത്ത് നോക്കുക. ഈ ഒരു ട്രയാങ്കിളാ വരിക. അത് മാക്സിമൽ അല്ലേ? അതെന്താണ്? കംപ്ലീറ്റ് അല്ലേ? എല്ലാ വെർട്ടെക്സും തമ്മിൽ കണക്റ്റഡ് ആണല്ലോ. അപ്പൊ എന്താണ് പറയുന്നത്? The edges incident at a vertex of G give rise to a maximal complete subgraph of L of G. അപ്പൊ ഈ ഒരു L of G എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഈ ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു സബ് ഗ്രാഫ് എടുക്കുക. അത് മാക്സിമൽ ആണ്, അത് കംപ്ലീറ്റ് ആണ്. വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. E5 എന്ന് പറയുന്ന ഗ്രാഫ് വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. ഗ്രീൻ ലൈനിലോണ്ട് മാർക്ക് ചെയ്ത് E5 അല്ല, ഈ ഒരു ഗ്രീൻ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ് ഇതിനോട് ഇൻസിഡന്റ് ആയിട്ടുള്ള എഡ്ജുകൾ? E4 അല്ലെ? E4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V4 എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തത്. പിന്നെ ഏതാ? E3 എന്ന് പറഞ്ഞാൽ എന്താണ്? V3 എന്ന് പറഞ്ഞ ഈ ഗ്രീൻ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തത്. പിന്നെ E4 വരുന്നുണ്ട്, E3 വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ? E6 അല്ലെ എന്ന് പറഞ്ഞാൽ V6 എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ വരുന്നുണ്ട്? E5 എന്ന് പറഞ്ഞാൽ V5 എന്ന് പറയുന്നത് അല്ലെ? ഇത്രയും 2, 4 എണ്ണാണ് ഈ ഒരു വെർട്ടെക്സിനോട് അഡ്ജസെന്റ് ചെയ്തിട്ടുള്ള എഡ്ജുകൾ. അപ്പൊ ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E4, E5, E6, E3 എന്ന് പറയുന്ന 4 എഡ്ജുകൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? E4ന് കറസ്പോണ്ടിങ് ആയിട്ട് V4 വരുന്നുണ്ട്, E3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V3 വരുന്നുണ്ട്, E6ന് കറസ്പോണ്ടിങ് ആയിട്ട് V6 ഉണ്ട്, E5ന് കറസ്പോണ്ടിങ് ആയിട്ട് V5. ഈ ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ 4 വെർട്ടെക്സ്. ഇനി ഈ 4 വെർട്ടെക്സ് മാത്രമുള്ള സബ് ഗ്രാഫ് കൺസിഡർ ചെയ്ത് നോക്കൂ. ഏതാ വരിക? ഈ ഒരു ഗ്രീൻ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത ഈ ഒരു സബ് ഗ്രാഫ് വരും അല്ലെ? ഗ്രീൻ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത അത് കംപ്ലീറ്റ് അല്ലേ? നോക്കൂ, ഈ ഒരു പിരമിഡ് പോലെയുള്ള ഒരു സാധനം വരും. ഇതിലെ ഏത് 2 വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അഡ്ജസന്റ് ആണ്, അത് കംപ്ലീറ്റ് ആണ് അല്ലെ? അത് മാക്സിമൽ ആണ്, മാക്സിമൽ സബ് ഗ്രാഫ് ആണ് ഈ 4 വെച്ചിട്ടുള്ള. അതുകൊണ്ട് അതാണ് എന്ത് ഈ പ്രോപ്പർട്ടി പറയുന്നത്. The edges incident at a vertex of G give rise to maximal complete subgraph of L of G. അടുത്ത പ്രോപ്പർട്ടി എന്താ പറയുന്നത്? If E is an edge of G joining U and V അല്ലെ? E എന്ന് പറയുന്നത് ഒരു എഡ്ജ് ആണ്. എവിടുത്തെ എഡ്ജ്? G എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു എഡ്ജ് ആണ് E. Joining U and V അല്ലെ? എന്താണ്? അപ്പൊ യുവും വിയും എവിടുത്തെ വെർട്ടീസസുകളാണ്? ജിയിലെ വെർട്ടീസസുകളാണ്. Then the degree of E in L of G എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ E എന്ന് പറയുന്ന എഡ്ജ് മാപ്പ് ചെയ്യുന്നത് L of Gയിലെ ഒരു വെർട്ടെക്സിലേക്കായിരിക്കും അല്ലെ? E എന്ന് പറയുന്ന, അങ്ങനെയാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ ഒരു എഡ്ജ് E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ V1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ? ഈ പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്? G എന്ന് പറയുന്ന ഗ്രാഫിലെ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുക. അപ്പൊ E1 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യുക. ആ എഡ്ജ് ജോയിൻ ചെയ്യുന്ന 2 വെർട്ടെക്സസുകളാണ് എന്ത്? U and V അല്ലെ? യും V ആണ് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന 2 വെർട്ടെക്സസുകൾ. അപ്പൊ U and V ജോയിൻ ചെയ്യുന്ന എഡ്ജ് ആണ് E1. ആ E1 മാപ്പ് ചെയ്തിട്ടുള്ള L of Gയിലെ വെർട്ടെക്സ് ആണ് V1.
അപ്പോ ഇത് പറയുന്നതാണ് ഇ എന്ന് പറയുന്ന എഡ്ജ് ജിയിലാണ്, അത് ജോയിൻ ചെയ്ത രണ്ട് വെർട്ടെക്സ് യു ആൻഡ് ബി ആണ്, അതും ജിയിലുള്ള വെർട്ടെക്സുകളാണ്. ദെൻ ദ ഡിഗ്രി ഓഫ് ഇ ഇൻ എൽ ഓഫ് ജി. അപ്പൊ ഇ എന്ന് പറയുന്ന എൽ ഓഫ് ജിയിലെ ഇ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർട്ടെക്സ് ആണ്. എന്താണ്? ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഇ എന്ന് പറയുന്ന എഡ്ജ് മാപ്പ് ചെയ്ത ഒരു വെർട്ടെക്സ് ആണ് ഇ. എവിടുത്തെ? എൽ ഓഫ് ജിയിലെ. ഈസ് ദ സെയിം ആസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി അഡ്ജസന്റ് ടു ഇ ഇൻ ജി. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇവിടെ എന്താണ്? ഇതാണ് ഇ ആയിട്ട് എടുത്തത്, അതിന് പകരം ഇതും എന്തെടുത്തു? ഇ ആയിട്ട്, ഈ ഒരു വെർട്ടെക്സിനെ ഇ ആയിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പൊ എന്താ പറയുന്നത്? ദ ഡിഗ്രി ഓഫ് ഇ, ഇ എന്ന് പറയുന്നതിന്റെ ഡിഗ്രി അല്ലെ, എന്താണ്? ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ഇവിടെ 2 ആണ്. ആ 2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്? ഈ സെയിം ആസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി അഡ്ജസന്റ് ടു ഇ. ഇ എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു എഡ്ജിനോട് എത്ര എഡ്ജ് അഡ്ജസന്റ് ചെയ്തിട്ടുണ്ട്? 1 2 രണ്ടെണ്ണല്ലേ അഡ്ജസന്റ് ചെയ്തിട്ടുള്ളത്, അതിന് ഈക്വൽ ആണെന്ന്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഈ ഗ്രാഫ് എൽ ഓഫ് ജി കൺസ്ട്രക്ട് ചെയ്യുന്നത്. പറയുന്ന പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുക ഇ. അപ്പൊ അത് മാപ്പ് ചെയ്യുന്ന ഒരു വെർട്ടെക്സ് ഉണ്ടാവും V1. അപ്പൊ ഈ V1ന്റെ ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. V1ന്റെ ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ V1ന്റെ ഡിഗ്രി എത്രയാവും, എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ ഈ E1 ആണല്ലോ V1ലേക്ക് മാപ്പ് ചെയ്തത്. അപ്പൊ ഈ E1നോട് അഡ്ജസന്റ് ആയിട്ട് എത്ര എഡ്ജസ് ഉണ്ടോ അത് തന്നെയാണ് V1ന്റെ ഡിഗ്രിയും വരിക. കാരണം എന്താ? എങ്ങനെയാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്? E1 V1 ഉണ്ട്, ഈ E1നോട് അഡ്ജസന്റ് ചെയ്ത് E2 ഉണ്ട്, അതുകൊണ്ട് V1 നിന്ന് V2ലേക്ക് ഒരു ലൈൻ വരും, ഒരു എഡ്ജ് വരും. E1നോട് അഡ്ജസ്റ്റന്റ് ചെയ്ത് E4 ഉണ്ട്, അതുകൊണ്ട് E1 നിന്ന് E4ലേക്ക് ഒരു ലൈൻ വരും അല്ലെ. അപ്പൊ ഈ V1ന്റെ ഡിഗ്രി എന്താണ്? 2. എങ്ങനെയാണ് ആ 2 കിട്ടിയത്? ഇവിടുത്തെ E1 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജിനോട് എത്ര എഡ്ജുകൾ അഡ്ജസ്റ്റന്റ് ചെയ്ത് വരുന്നു ആ നമ്പർ തന്നെയാണ് ഈ ഒരു V1ന്റെ ഡിഗ്രി വരിക. അതാണ് ഈ ഒരു നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്താ? ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഏത്? ഈ ഡിഗ്രി എന്ന് പറയുന്ന നമ്പർ ഇ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ V1 എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എൽ ഓഫ് ജിയിലെ ഒരു വെർട്ടെക്സ് ആണ് V1, അതിന്റെ ഡിഗ്രി ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? ഡിഗ്രി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഓഫ് ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഇ എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി. അത് എന്തിനോട് ഈക്വൽ ആണ്? യു അല്ലെ. ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്തിനോട് ഈക്വൽ ആണ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എഡ്ജ് ഉണ്ടാവും E1. ഈ ഒരു എഡ്ജ് ജോയിൻ ചെയ്ത രണ്ട് വെർട്ടെക്സ് ഉണ്ടാവും യുവും വിയും അല്ലെ. അതിന്റെ രണ്ടിന്റെയും സം എടുക്കുക, ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി -2. -2നോട് ഈക്വൽ ആവും. കാരണം എന്താ? നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. V1 എന്ന് പറയുന്ന വെർട്ടെക്സ് എടുക്കുക, V1 എന്ന് പറയുന്ന വെർട്ടെക്സ്. ഇതെല്ലാം ഒന്ന് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ബാക്കിയുള്ള ഒന്ന് ഇറേസ് ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഡിഗ്രി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ ഈക്വൽ ടു ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി -2. എന്താണ് ഡിഗ്രി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇ എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇവിടുത്തെ എൽ ഓഫ് ജിയിലെ ഒരു വെർട്ടെക്സ് ഇ എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സ്, അല്ലെങ്കിൽ V1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വെർട്ടെക്സ് എവിടുന്നാ വന്നത്? ഈ E1 എന്ന് പറയുന്ന എഡ്ജിലെ എന്നാണ് V1 എന്ന് പറയുന്ന വെർട്ടെക്സ് വന്നത്. E1 എന്ന് പറയുന്ന വെഡ്ജ് ജോയിൻ ചെയ്ത രണ്ട് വെർട്ടെക്സ് ആണ് യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും. അപ്പൊ ഈ V1 എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്താ വരിക? ഇവിടുത്തെ ഡിഗ്രി ഓഫ് യു എന്താ വരിക എന്ന് നോക്കിയേ. എന്താ വരിക? ഈ യുവിന്റെ ഡിഗ്രി എത്രയാണ്? 1 അല്ലെ. ഒറ്റ എഡ്ജ് യുവിലേക്ക് വന്നിട്ടുള്ളൂ. വിന്റെ ഡിഗ്രി നോക്കിയേ, 1 2 3 എഡ്ജുകൾ ഉണ്ട് അല്ലെ വി എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക്. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഗ്രി സം ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 3 + 1 4 വരും. അതിൽ നിന്ന് എന്ത് കുറക്കണം എന്നാ പറഞ്ഞത്? 2 കുറക്കണം അല്ലെ. ഈ ഒരു എഡ്ജിന്റെ ഡിഗ്രി കുറക്കണം. കാരണം എന്താണ്? ഈ ഒരു എഡ്ജാണ് ഇങ്ങോട്ട് വെർട്ടെക്സ് ആയിട്ട് മാപ്പ് ചെയ്തത്. ഈ എഡ്ജിന് രണ്ട് വെർട്ടെക്സ് ഈ V1ലേക്കും V2ലേക്കും, അത് രണ്ടും മൈനസ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ ഡിഗ്രി 4 - 2 എന്ന് പറയുന്നത് 2 ആയിട്ട് വരും. ഇനി അടുത്തൊരു കൺസിഡർ ചെയ്തോളൂ, E2. E2 എടുക്കാൻ മാപ്പ് ചെയ്തിട്ടുള്ളത് V2ലേക്കാണ്. E2 മാപ്പ് ചെയ്തിട്ടുള്ളത് V2ലേക്കാണ്. അപ്പൊ ഈ V2ന്റെ ഡിഗ്രി നോക്കണം. V2ന്റെ ഡിഗ്രി എത്ര നോക്കുക? എത്ര വെർട്ടെക്സ് V2ലേക്ക് വന്നിട്ടുണ്ട്? 1 2 3 4 അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 4 ആണ്. V2ന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഈ E2 എന്ന് പറയുന്ന ഇതിന്റെ ജോയിൻ ചെയ്ത വെർട്ടെക്സ് എന്താണ്? ഇവിടെ V ആണ്. ഇതിനെ നമുക്ക് ഒമേഗ അല്ലെങ്കിൽ W എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ E2 എന്ന് പറയുന്ന എഡ്ജിന്റെ രണ്ട് വെർട്ടെക്സുകൾ ഏതൊക്കെയാണ്? V യും W ആണ്. ഈ V എന്ന് പറയുന്നതിന്റെ ഡിഗ്രി എത്രയാണ്? എത്ര വെർട്ടെക്സുകൾ വന്നിട്ടുണ്ട്? എത്ര എഡ്ജുകൾ വന്നിട്ടുണ്ട്? 1 2 3 അല്ലെ.
അപ്പൊ ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് 3 ആണ് പ്ലസ് ഡിഗ്രി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് 1 2 3 അതും 3 ആണ്. അപ്പൊ 3 + 3 എത്രയായി 6 ആയി. അതിൽ നിന്ന് ഈ ഒരു എഡ്ജിന്റെ രണ്ട് വെർട്ടെക്സ് -2 എത്രയായി 3 + 3 6 - 2 = 4. അതാണ് ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി വരിക. അപ്പൊ എന്താണ് അടുത്ത ഈ ഒരു നാലാമത്തെ ഒരു പ്രോപ്പർട്ടിന്റെ അതിന്റെ ഒരു പ്രോപ്പർട്ടിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ് ഡിഗ്രി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ ഈക്വൽ ടു ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് ജി -2 എന്നുള്ളത്. ഇനി എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഈ രണ്ട് വെർട്ടെക്സുകൾക്ക് E1 E2 എന്ന് പറയുന്ന രണ്ട് എഡ്ജുകൾക്ക് ആ ഒരു റിസൾട്ട് പറഞ്ഞു തന്നു. ഇനി E4 E3 E6 E5 E7 ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജിന്റെ ഒക്കെ ഡിഗ്രി ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഇതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. എന്താ പറയുന്നത്, സമ്മേഷൻ. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്, സമ്മേഷൻ ഓഫ് E belongs to V of L of G DL of E equal to അല്ലെ. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇവിടുത്തെ ഒരു വെർട്ടെക്സ് ഇ എന്ന് എടുക്കുക, എൽ ഓഫ് ജിയിലെ ഒരു വെർട്ടെക്സ് ആണ് ഇ, അതിന്റെ ഡിഗ്രിയാണ് ഈ പറഞ്ഞ സാധനം. അങ്ങനെയാണെങ്കിൽ ഈ എൽ ഓഫ് ജിയിലെ കംപ്ലീറ്റ് വെർട്ടെക്സും കൺസിഡർ ചെയ്യാം, അതിന്റെ സമ്മുകൾ അല്ലെ, എല്ലാ വെർട്ടെക്സിന്റെയും സമ്മുകൾ, ഡിഗ്രിയുടെ സമ്മുകൾ. ഇ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് ആണ്, അതിന്റെ ഡിഗ്രിയാണ് ഡി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ. അങ്ങനെ എൽ ഓഫ് ജി എന്ന് പറയുന്ന ലൈൻ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രികളുടെ സമ്മ് എന്തിനോട് ഈക്വൽ ആവും, ഇതിന്റെ സമ്മിനോട് ഈക്വൽ ആവും. ശരിയല്ലേ? എന്നാൽ ഒരു വെർട്ടെക്സ് എൽ ഓഫ് ജിയിലെ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രിയാണ് ഈ പറയുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ ആ ഒരു എൽ ഓഫ് ജിയിലെ കംപ്ലീറ്റ് വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്താ വരിക, അതിന്റെ കംപ്ലീറ്റ് എല്ലാ യു വി എടുക്കുക അല്ലെ, എല്ലാ എഡ്ജുകളും എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്ന സാധനമായിരിക്കും അതിന്റെ സമ്മ് വരിക. ഈ ഒരു സമ്മിനെ എങ്ങനെ എഴുതാൻ പറ്റുന്ന പറയുന്നത്, ഇത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഇക്വേഷന്റെ സം എടുത്തു ഓവർ ഓൾ വെർട്ടിസസ് എന്ന് പറയുന്നത് ഇതുള്ളൂ. ഇനി ഇതിൽ നിന്ന് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു അല്ലെ, ഈ ഒരു സമ്മിനെ രണ്ടാക്കിയിട്ട് മാറ്റുക. ഒന്ന് ഇതിന് മാത്രമായിട്ട് -2 ഇൻറ്റു സം 2 അല്ലെ. അപ്പൊ ഈ യു ബി ബിലോങ്സ് ടു ഇ ഓഫ് ജി 2 എന്ന് പറഞ്ഞാൽ എന്താണ്, എം ഓഫ് ജി എന്താണെന്ന് നമുക്കറിയാം, നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അപ്പൊ 2നെ പുറത്തേക്ക് എടുക്കാൻ പറ്റും, സമ്മേഷൻ എത്ര എഡ്ജുകൾ ഉണ്ടോ അത് എന്ന് പറഞ്ഞാൽ എം ഓഫ് ജി, അതാണ് 2 ഇൻറ്റു എം ഓഫ് ജി വന്നത്. ഇനി ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് സംശയം. എന്നാൽ ഡി ഓഫ് യു പ്ലസ് അല്ലെ യു ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ രണ്ട് വെർട്ടെക്സുകൾ യുവും വിയും എടുക്കുക, അതിന്റെ ഓൾ യു എന്ന് പറഞ്ഞാൽ ഈ എഡ്ജിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിഗ്രികളുടെ സം എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഒരു ഡിഗ്രിന്റെ സ്ക്വയർ എടുത്ത് അതിന്റെ സം എടുത്തതും സെയിം ആണെന്നാണ് പറയുന്നത്. ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ഇതാണ് ജി എന്ന് പറയുന്ന ഗ്രാഫ് അല്ലെ. ഈ ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ലൈൻ ഗ്രാഫ് ആണ് എൽ ഓഫ് ജി. ഇത് V7 ആണ്, എഴുതാൻ വിട്ടുപോയ V7 എന്നുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഫസ്റ്റ് എഡ്ജ് എടുക്കുക, ഏതാണ് E1 എന്ന് പറയുന്ന എഡ്ജ് അല്ലെ. E1 എന്ന് പറയുന്ന എഡ്ജ് എടുക്കുക, E1 എന്ന് പറയുന്ന എഡ്ജ് എടുക്കുക. ഈ E1 എന്ന് പറയുന്ന എഡ്ജ് അല്ലെ, E1 എന്ന് പറഞ്ഞ എഡ്ജിന്റെ രണ്ട് ജോയിൻ ചെയ്യുന്ന രണ്ട് വെർട്ടെക്സുകളാണ് യുവും വിയും എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ യുവിന്റെ ഡിഗ്രി എത്രയാ വരിക, ഇതാണ് യു എന്ന് പറയുന്ന സാധനം, അതിന്റെ ഡിഗ്രി എത്രയാ വരിക, 1 ആണ് വരിക. പ്ലസ് വിന്റെ ഡിഗ്രി എത്രയാ വരിക അല്ലെ, ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാ വരിക, 3 ആണ് വരിക, 3. അതുപോലെ എത്ര വരിക, 1 + 3 = 4 വരും. ഇനി അടുത്തത് കൺസിഡർ ചെയ്യുക, E2 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യുക. E2 എന്താണ്, E2 എന്ന് പറഞ്ഞ എഡ്ജിന്റെ ഡിഗ്രികളുടെ സം, അതാണല്ലോ ഇവിടെ പറയുന്നത്. ഏത് അല്ലെ, ഓരോ വെർട്ടെക്സിന്റെയും ഇ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിന്റെ ഇ എന്ന് പറയുന്ന ജിയിലുള്ള ഒരു എഡ്ജാണ് അല്ലെ, യു വി ബിലോങ്സ് ടു ഇ ഓഫ് ജി. യു വി എന്ന് പറയുന്നത് ജിയിലുള്ള ഒരു എഡ്ജാണ്. അപ്പൊ ആ എഡ്ജ് ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സുകളാണ് യുവും വിയും. അങ്ങനെയുള്ള എല്ലാത്തിന്റെയും സമ്മ് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും, E2 ഏതൊക്കെ രണ്ട് വെർട്ടെക്സുകൾ തമ്മിലാണ് ജോയിൻ ചെയ്തത്, ഈ ഒരു വെർട്ടെക്സും ജോയിൻ ചെയ്തതാണ് E2 എന്ന് പറയുന്നത്. ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാണ് വരിക അല്ലെ, 1 2 3 ആണ് വരിക. പ്ലസ് അടുത്ത വെർട്ടെക്സിന്റെയോ അതും അല്ലെ, ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രിയും 3 ആണ്, 3 + 3 = 6 വരും. അതുപോലെ E3 എന്ത് വരും, E3 എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജ് ആണ്. ഈ ഒരു എഡ്ജ് ജോയിൻ ചെയ്യുന്ന രണ്ട് വെർട്ടെക്സ് ഇതുമാണ്, അതിന്റെ സം എത്ര വരെ, E3 = അല്ലെ, ഇത് 1 2 3 3 വെർട്ടെക്സ് ഉണ്ട്, 3 എഡ്ജുകൾ അഡ്ജസന്റ് ആണ്. ഈ വെർട്ടെക്സിനോട് എത്ര എഡ്ജുകൾ അഡ്ജസന്റ് ആണ്, 1 2 3 4. അപ്പൊ അതിന്റെ ഡിഗ്രി എന്ത് വരും,
4 വരും. ടോട്ടൽ 7 വരും. ഇനി അടുത്തത് E4. E4 എന്ന് പറയുന്നത് എന്താ വരിക? E4, E3, E4 എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജ്. ഈ ഒരു എഡ്ജിന്റെ എന്താണ്? ഈ ഒരു എഡ്ജ് E4 എന്ന് പറയുന്ന എഡ്ജിന്റെ ഇതാണ് ഈ ഒരു രണ്ട് സാധനങ്ങൾ അല്ലെ? E4 രണ്ട് വെർട്ടെക്സുകൾ വരുന്നത്. ഈ രണ്ട് വെർട്ടെക്സുകളുടെ ഇതെന്താ വരിക? E4 എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സിന്റെ സമ്മ് നോക്കൂ. ഇതെന്ത് വരും? 4 വരും അല്ലെ? 1 2 3 4 നാലെണ്ണം വരുന്നുണ്ട്. പ്ലസ് ഇവിടെ എത്ര എണ്ണം വരും? 1 2 3 വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഓരോന്നും നിങ്ങൾ എഴുതി വെക്കുക. E5ന്റെ എന്താ വരിക? E5 ഈക്വൽ ടു 4 പ്ലസ് 2 വരും. E6 ഈക്വൽ ടു 4 പ്ലസ് 2 വരും. E7 ഈക്വൽ ടു 3 പ്ലസ് 1 വരും. കാരണം എന്താ? E7ന്റെ നോക്കൂ, ഈ ഒരു സാധനം എന്തുണ്ട്? 1 2 3 മൂന്നെണ്ണം ഉണ്ട്. ഇവിടെ ഒന്നേ ഉള്ളൂ. സോ 3 പ്ലസ് 1. അപ്പൊ ഇത് ഓരോന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 4 പ്ലസ് 3 ഈക്വൽ ടു 7 വരുന്നുണ്ട്. 4 പ്ലസ് 2 ഈക്വൽ ടു 6 ആണ്. 4 പ്ലസ് 2 ഈക്വൽ ടു അഗൈൻ 6 വരുന്നുണ്ട്. 3 പ്ലസ് 1 ഈക്വൽ ടു 4 വരും. ഇതിന്റെ ഒക്കെ സമ്മ് എന്താ വരുന്നത്? ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ 4 പ്ലസ് 6 10 വരും, 14 വരും. ദാറ്റ് ഈസ് 24 പ്ലസ് 6 ഈക്വൽ ടു 30 പ്ലസ് 10 ഈക്വൽ ടു 40 അല്ലെ? എന്താ വരുന്നത്? സോ ടോട്ടൽ സമ്മ് വരുന്നത് 40 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ 40 എന്ന് പറയുന്ന സാധനം? 40 എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് സാധനം സമ്മേഷൻ ഡി ഓഫ് ജി ഓഫ് യു പ്ലസ് ഡി ജി ഓഫ് വി എന്ന് പറയുന്ന ഈ ഒരു എല്ലാ യു വി എന്ന് പറയുന്ന എല്ലാ എഡ്ജുകളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വെർട്ടെക്സിന്റെ സമ്മാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 40 എന്ന് പറയുന്നത്. അത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ദാറ്റ്സ് ഈക്വൽ ടു വി ഓഫ് ജിയിലെ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്ത്? എഡ്ജുകൾ. ആ എഡ്ജുകൾ ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സുകൾ, ആ വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സമ്മ്. അങ്ങനെ എല്ലാ എഡ്ജിന്റെയും വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സമ്മ് കാണുന്നതും ജി എന്ന് പറയുന്ന വി ഓഫ് ജിയിലെ ഒരു വെർട്ടെക്സ് യു കൺസിഡർ ചെയ്യുക, അതിന്റെ സ്ക്വയർ, ഡിഗ്രിന്റെ സ്ക്വയർ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക എന്നാണ് എന്താ മീനിങ് ആക്കുന്നത്? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത E1 E2 E3 E4 E5 ഒക്കെ എന്താണ്? എഡ്ജുകളാണ്. ആ എഡ്ജുകൾ ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സമ്മ്, അത് ടോട്ടൽ നമുക്ക് 40 കിട്ടി. ഇനി ഈ ഇതിലെ എല്ലാ വെർട്ടെക്സുകളും കൺസിഡർ ചെയ്യുക. ഏതൊക്കെയാ വെർട്ടെക്സുകൾ വരുന്നത്? അല്ലെ? വെർട്ടെക്സുകൾ വരുന്നത് ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്. ഇതിനെ നമുക്ക് തൽക്കാലം U1 എന്ന് വിളിക്കാം. U1. അതുപോലെ U2, U3, U4, U5 എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ U എന്ന് പറയുന്ന വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു വെർട്ടെക്സുകളുടെ ഡിഗ്രീസ് എത്രയാണെന്ന് നോക്കുക. U ഈക്വൽ ടു U1 എന്ത് വരും? ഡിഗ്രി എത്ര വരിക? 1 തന്നെയാണ് വരുന്നത്. U2ന്റെ ഡിഗ്രി എന്താ വരുന്നത്? U2 എന്ന് പറയുന്ന വെർട്ടെക്സ് 1 2 3 ആണ് വരുന്നത്. ഇനി U3 ആയിട്ട് ഏതാ കൺസിഡർ ചെയ്തത്? ഇതിന്റെ ഡിഗ്രി എത്രയാണ് വരുന്നത്? അതും 3 തന്നെയാണ്. ഇനി U4 ഈക്വൽ ടു അതെന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഇത് U1 U2 U3 ഇത് U4 ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. U5 എന്താണ് U5ന്റെ ഡിഗ്രി വരുന്നത്? U5 ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുക. 1 2 3 4 വീണ്ടും 4 വരുന്നുണ്ട്. U6 ഈക്വൽ ടു ഇത് U6 ആയിട്ട് കൺസിഡർ ചെയ്യുക. എത്ര വരുന്നത്? U6 ഈക്വൽ ടു അല്ലെ? ഈ ഒരു സാധനം U6 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 വരും. ഇതിന്റെ ഡിഗ്രി 2 ആണ് വരുന്നത്. ഇനി ഇതിന്റെ ഒക്കെ സ്ക്വയറുകൾ കണ്ടുകൊടുക്കുക. ഇതിന്റെ ഒക്കെ സ്ക്വയറുകൾ എന്താണ്? U1 സ്ക്വയർ വരുന്നത്? U1 സ്ക്വയർ ഈക്വൽ ടു 1 തന്നെ വരും. U2 സ്ക്വയർ എന്താണ് വരുന്നത്? U2 സ്ക്വയർ ഈക്വൽ ടു 9. U3 സ്ക്വയർ ഈക്വൽ ടു 9. U4 സ്ക്വയർ ഈക്വൽ ടു 1. U5 സ്ക്വയർ ഈക്വൽ ടു
u5 4 ആയിരുന്നു 16 u6 സ്ക്വയർ ഈക്വൽ ടു 4. ഇതിന്റെ എല്ലാം സം ഒന്ന് കൂട്ടി നോക്കൂ എത്ര വരുന്നത് അല്ലേ 10 20 പ്ലസ് 20 എന്ത് വരും 40 വരുന്നുണ്ട് അല്ലേ ടോട്ടൽ സം ഇസ് ഈക്വൽ ടു 40. ഈ രണ്ട് സമ്മുകളും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഇതെന്തിന്റെയൊക്കെ സമ്മായിരുന്നു ഇവിടുത്തെ ഓരോ എഡ്ജും ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സുകൾ അതിന്റെ ഡിഗ്രീസ് അങ്ങനെയുള്ള എല്ലാ എഡ്ജും കൺസിഡർ ചെയ്യാം അല്ലെ ഏതൊക്കെ എഡ്ജ് ഉണ്ട് ഇവിടുത്തെ 7 എഡ്ജും കൺസിഡർ ചെയ്തു ഈ 7 എഡ്ജും തമ്മിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രീസിന്റെ സമ്മ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 40 കിട്ടി. ഇവിടെ എന്താ കൂട്ടിയത് ഇവിടുത്തെ ഓരോ വെർട്ടെക്സുകളുടെയും സ്ക്വയർ ഡിഗ്രിയുടെ സ്ക്വയർ അല്ലെ u1ന്റെ ഡിഗ്രി 1 ആണ് u2ന്റെ 3 ആണ് u3ന്റെ 3 ആണ് എക്സെട്ര ആ ഒരു ഡിഗ്രിയുടെ സ്ക്വയറുകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ സമ്മും 40 കിട്ടി. അതാണ് ഈ പറഞ്ഞ സാധനം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം dg of u ഹോൾ സ്ക്വയർ എന്നത് മൈനസ് 2 ഇൻറ്റു എം ഓഫ് ജി. അപ്പൊ ഈ dg of u ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഡിഗ്രി അല്ലെ ആ ഡിഗ്രീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും di സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. di എന്തായിരുന്നു സീക്വൻസ് ഓഫ് ജി അല്ലെ ഡിഗ്രി സീക്വൻസ് ഓൾറെഡി പഠിച്ച സാധനമാണ് ഇത് ജസ്റ്റ് ഇതിന്റെ നൊട്ടേഷൻ di എന്ന് എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇതിന് എന്ത് എഴുതാം സമ്മേഷൻ i ഫ്രം 1 to n di സ്ക്വയർ മൈനസ് 2m എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി അല്ലെങ്കിൽ ഓയിലേഴ്സ് തിയറം എന്ന് പറഞ്ഞിട്ട് എന്ത് പഠിച്ചിട്ടുണ്ടാവും എഡ്ജ് നമ്പർ ഓഫ് എഡ്ജ് ഈക്വൽ ടു 1/2 സമ്മേഷൻ i ഫ്രം 1 to n d ഓഫ് vi എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും m ഓഫ് l ഓഫ് g ഈക്വൽ ടു 1/2 ഇൻറ്റു സമ്മേഷൻ i ഫ്രം 1 to n di സ്ക്വയർ മൈനസ് 2m എന്ന് എഴുതാൻ പറ്റും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു സമ്മേഷൻ di സ്ക്വയർ മൈനസ് m എന്ന് എഴുതാൻ പറ്റും. ഇതെന്താണ് അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് അഞ്ചാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എന്താണ് പ്രോപ്പർട്ടി m ഓഫ് l ഓഫ് g എന്ന് പറഞ്ഞാൽ l ഓഫ് ജിയിലെ നമ്പർ ഓഫ് എഡ്ജസ് അല്ലെ അതാണ് m ഓഫ് l ഓഫ് g. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും g എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഡിഗ്രി സീക്വൻസ് എടുക്കുക അതിന്റെ സ്ക്വയർ di സ്ക്വയർ സം എടുത്ത് 1/2 ആണ് മൈനസ് m എന്താണ് m is equal to അല്ലെ m ഓഫ് g നെയാണ് നമ്മൾ m എന്ന് ഡിനോട്ട് ചെയ്തത് അതായത് g എന്ന് പറയുന്ന ഗ്രാഫിന്റെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് അതാണ് എന്ത് m ഓഫ് l ഓഫ് g എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ ഒരു റിസൾട്ട് ഒന്നും കൂടെ നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇനി വരുന്നത് ഒരു തിയർ ആണ്. എന്താ തിയറം പറയുന്നത് ദ ലൈൻ ഗ്രാഫ് ഓഫ് എ സിമ്പിൾ ഗ്രാഫ് g ഈസ് എ പാത്ത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് g ഈസ് എ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ലൈൻ ഗ്രാഫ് ഓഫ് എ സിമ്പിൾ ഗ്രാഫ് g ഈസ് പാത്ത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് g ഈസ് പാത്ത്. അപ്പൊ ലൈൻ ഗ്രാഫ് ഒരു സിമ്പിൾ ഗ്രാഫിന്റെ ലൈൻ ഗ്രാഫ് ഒരു പാത്ത് ആണെങ്കിൽ ജിയും എന്താണ് പാത്താണ് തിരിച്ചെന്താണ് ജി പാത്ത് ആണെങ്കിൽ ലൈൻ ഗ്രാഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് രണ്ടും ശരിയാണ്. ലൈൻ ഗ്രാഫ് പാത്ത് ആണെങ്കിൽ ജി പാത്താണ് ജി പാത്താണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ലൈൻ ഗ്രാഫും പാത്താണ്. അപ്പൊ അതിന്റെ പ്രൂഫ് എങ്ങനെ കൺസിഡർ ചെയ്യാം വൺ സൈഡ് ആദ്യം എടുക്കുക ലെറ്റ് ജി ബി എ പാത്ത് പി എൻ ഓഫ് എൻ വെർട്ടിസസ് n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫാണ് ഒരു പാത്താണ് ജി. ഒരു എക്സാമ്പിൾ എടുക്കുക 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് ജി എന്ന് പറയുന്നത് അതിന്റെ വെർട്ടിസസ് ആണ് e1 e2 e3 അതിന്റെ ലൈൻ ഗ്രാഫ് എന്താ വരിക അല്ലെ e1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് വരും v1 e2 കറസ്പോണ്ടിങ് ആയിട്ട് v2 വരും e3 കറസ്പോണ്ടിങ് ആയിട്ട് v3 വരും. e1 ഏതിനോട് അഡ്ജസന്റ് e2 നോട് മാത്രം അതുകൊണ്ട് v1 v2 നോട് മാത്രം അഡ്ജസന്റ് e2 ഏതിനോടൊക്കെ അഡ്ജസന്റ് e3 നോടും e1 നോടും അതുകൊണ്ട് v1 v2 v1 നോടും v3 നോടും അഡ്ജസന്റ് ആണ്. e3 ഏതിനോട് അഡ്ജസന്റ് e2 നോട് മാത്രം അതുകൊണ്ട് വെർട്ടെക്സ് v3 v2 നോട് മാത്രം അഡ്ജസന്റ് ആണ്. അപ്പൊ ഈ g എന്ന് പറയുന്ന ലൈൻ ഗ്രാഫ് ആണ് l ഓഫ് g. അപ്പൊ എന്താണ് g എന്ന് പറയുന്നത് ഒരു പാത്ത് ആണെങ്കിൽ വിത്ത് n വെർട്ടിസസ് ആണെങ്കിൽ l ഓഫ് g എന്താണ് ഒരു പാത്ത് ആണ് എത്ര വെർട്ടെക്സ് ഉണ്ടാവും n-1 വെർട്ടിസസ് ഉണ്ടാവും ശരിയല്ലേ. g എന്ന് പറയുന്നതിൽ 4 വെർട്ടിസസ് ഉണ്ടെങ്കിൽ l ഓഫ് ജിയിൽ 3 വെർട്ടിക്സ് ഉണ്ടാവുള്ളൂ. അപ്പോ g എന്ന് പറയുന്നത് ഒരു പാത്ത് ആണെങ്കിൽ l ഓഫ് g എന്ന് പറയുന്നത് ഒരു പാത്ത് ആണ് വിത്ത് n-1 വെർട്ടിസസ്. അതാണ് ഒരു ഭാഗം. ഇനി അതിന്റെ റിവേഴ്സ് കോൺവേഴ്സ്ലി എന്ത് അസ്യൂം ചെയ്യണം ലെറ്റ് l ഓഫ് g ബി എ പാത്ത് l ഓഫ് g ഒരു പാത്ത് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ് then no vertices of g can have degree greater than or equal to 2. l ഓഫ് g ഒരു പാത്ത് ആണെങ്കിൽ g എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു വെർട്ടെക്സിനും എന്ത് കൂടാൻ പാടില്ല ഡിഗ്രി 2 കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അസ്യൂം ചെയ്ത് നോക്കൂ g എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു വെർട്ടെക്സ് v എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും അല്ലെ എഡ്ജസ് ഇൻസിഡന്റ് ടു v വുഡ് ഫോം എ കംപ്ലീറ്റ് സബ് ഗ്രാഫ് l ഓഫ് g എന്ന് പറഞ്ഞാൽ എന്താണ് v എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട് അതിന്റെ ഡിഗ്രി എന്താണ് ഗ്രേറ്റർ ദാൻ 2 ആണ് എന്ന് പറഞ്ഞാൽ മിനിമം 3 എങ്കിലും വരും. അപ്പൊ ഈ v എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് 3 വെർട്ടിസസുകൾ അഡ്ജസന്റ് ആയിട്ട് വരും അല്ലെ.
അപ്പൊ 3 എഡ്ജുകൾ എവിടേക്ക് വരുന്നുണ്ട്, വിയിലേക്ക് വരുന്നുണ്ട്. അതിനെ നമ്മളൊരു E1, E2, E3 എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ എൽ ഓഫ് ജി വരക്കുമ്പോഴോ E1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു U1 എന്ന് പറയുന്ന അല്ലെങ്കിൽ V1 എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും, വെർട്ടെക്സ് ഉണ്ടാവും. E2 കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വെർട്ടെക്സ് ഉണ്ടാവും. E3 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെർട്ടെക്സ് ഉണ്ടാവും. ഈ 3 ഇവിടെ അഡ്ജസന്റ് ആയതുകൊണ്ട് ഈ 3 ഇവിടെ അഡ്ജസന്റ് ആവും അല്ലെ. അപ്പൊ അതെന്താണ്, ഒരു സബ് ഗ്രാഫ് ആയിട്ട് വന്നില്ലേ. അതെന്താണ്, ഒരു പാത്ത് എന്നുള്ള ആ ജി എന്നുള്ള ഒരു പാത്ത് മാറിയിട്ട് അതൊരു സൈക്കിൾ ആയിട്ട് മാറി അല്ലെ. അപ്പൊ എന്താണ്, അതുകൊണ്ട് ജി എന്തായേ പറ്റൂ, ജി മസ്റ്റ് ബി ഐദർ എ സൈക്കിൾ ഓർ എ പാത്ത് അല്ലെ. അപ്പൊ അതാണ് ഇഫ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ 2 ഇംപ്ലൈസ് ദ എഡ്ജസ് ഇൻസിഡന്റ് ടു വി വുഡ് ഫോം എ കംപ്ലീറ്റ് സബ് ഗ്രാഫ് ഓഫ് എൽ ഓഫ് ജി വിത്ത് അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ്. മിനിമം എന്തുണ്ടാവും, അതിന് 3 വെർട്ടിസസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെൻസ് ജി മസ്റ്റ് ബി ഐദർ എ സൈക്കിൾ ഓർ എ പാത്ത്. ജി എന്താവും, ഒന്നുകിൽ ഒരു സൈക്കിൾ ആയിട്ടാണ് വരിക അല്ലെങ്കിൽ ഒരു പാത്ത് ആയിട്ടാണ് വരിക. ഇനി ജി ഒരു സൈക്കിൾ ആവാൻ പറ്റുമോ, പറ്റില്ല. കാരണം എന്താണ്, ദ ലൈൻ ഗ്രാഫ് ഓഫ് എ സൈക്കിൾ എന്താണ്, ഒരു സൈക്കിളിന്റെ ലൈൻ ഗ്രാഫ് എടുത്ത് നോക്കും. ജി എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ആണെങ്കിൽ അതിന്റെ ലൈൻ ഗ്രാഫ് എന്ത് വരും, സൈക്കിൾ തന്നെ വരും. പക്ഷെ നമ്മുടെ അസംഷൻ എന്താണ്, എൽ ഓഫ് ജി ഒരു പാത്ത് ആണ്, സൈക്കിൾ അല്ല. അതുകൊണ്ട് അത് കോൺട്രഡിക്ഷൻ വരും. അപ്പൊ എന്തേ ഓപ്ഷൻ ഉള്ളൂ, ജി എന്ന് പറയുന്നത് ഒരു പാത്ത് തന്നെ ആയിട്ട് വരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.